നമസ്കാരം. കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് ഷമ മുഹമ്മദിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. മുൻ KPCC അധ്യക്ഷന് ഷമ ആര് എന്നറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ഷമ മുഹമ്മദിനെ അറിയാമായിരിക്കും. കാരണം കേരള രാഷ്ട്രീയത്തെ ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഷമ മുഹമ്മദിനെ അറിയാം. കാരണം ഷമ മുഹമ്മദ് ടെലിവിഷൻ ഡിബേറ്റുകളിലെല്ലാം ഒരു പരിധിവരെ സജീവ സാന്നിധ്യമായിരുന്നു. കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവ് എന്നാണ് അവർ സ്വയം വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും ടെലിവിഷൻ മാധ്യമങ്ങളിൽ സ്ഥിരം തേഞ്ഞൊട്ടുന്ന ശൈലിയാണ് ഈ ഷമ മുഹമ്മദിനുള്ളത്. മലയാളം പോലും നേരെ ചൊവ്വേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത ഷമ മുഹമ്മദ് പല മണ്ടത്തരങ്ങളും മലയാളികൾ മുഴുവൻ കാണുക എഴുന്നള്ളിച്ചിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ മറുപടികൾ സഹ പാനലിസ്റ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഷമ മുഹമ്മദിൻ്റെ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ഒച്ചയുണ്ടാക്കുക എന്നുള്ളതാണ്. എപ്പോഴൊക്കെ ഷമ മുഹമ്മദിന് ഉത്തരം മുട്ടുന്നുവോ അപ്പോഴെല്ലാം ഒച്ചയുണ്ടാക്കുക, മറ്റുള്ളവർ പറയുന്നത് തടസ്സപ്പെടുത്തുക, സഹ പാനലിസ്റ്റുകളോട് യാതൊരുവിധ ബഹുമാനവും പാലിക്കാതിരിക്കുക, എടോ പോടോ എന്നൊക്കെ വിളിക്കുക, അതിനുശേഷം വലിയ രീതിയിൽ ഒച്ചയുണ്ടാക്കുക, അവരുടെ വാദത്തെ തടസ്സപ്പെടുത്തുക, അവരുടെ മറുവാദം ജനങ്ങൾ കേൾക്കാതിരിക്കാനുള്ള എല്ലാ അടവുകളും പയറ്റുക. ഇതൊക്കെയാണ് ഷമ മുഹമ്മദിൻ്റെ ഈ ടെലിവിഷൻ ഡിബേറ്റിംഗ് രംഗത്തെ സംഭാവനകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഷമ മുഹമ്മദിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. രാഷ്ട്രീയം വീക്ഷിക്കുന്ന മലയാളികൾക്കാർക്കും ഷമ മുഹമ്മദിനെ അറിയാതിരിക്കാൻ വഴിയില്ല. എന്തായാലും ഷമ മുഹമ്മദിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ട്വീറ്റാണ് വലിയ പ്രശസ്തമാകുന്നത്, ഇപ്പോൾ വളരെ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും 2-3 ദിവസം പഴക്കമുള്ള ഒരു ട്വീറ്റാണ്. ആ ട്വീറ്റിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ തീരുവ ഇതൊക്കെയാണ് വിഷയമാക്കിയിട്ടുള്ളത്. ഈ ട്വീറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ദ ബെനിഫിറ്റ്സ് ഓഫ് cheap Russian oil were never passed to the common Indians. We are still paying ₹95 for petrol and ₹90 for diesel. Now 140 crore Indians will pay 25% or more in tariffs, while the gains went to the government and Modi. ദിസ് ഈസ് ദ റിയാലിറ്റി ഓഫ് ദ നരേന്ദ്രമോദി ഗവൺമെൻറ് എന്നാണ്. അതായത് രൂക്ഷമായ വിമർശനമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ. അതായത് റഷ്യയിൽ നിന്നും വില കുറച്ച് എണ്ണ വാങ്ങുന്നു. നമ്മൾ എന്തിനു വേണ്ടി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ അത് റഷ്യ വില കുറച്ച് നൽകുന്നത് കൊണ്ടാണ്. റഷ്യ വില കുറച്ച് നൽകുന്നത് ഇന്ത്യയോടുള്ള പരമമായ സ്നേഹം കൊണ്ടൊന്നുമല്ല. റഷ്യയ്ക്ക് എണ്ണ വിൽക്കാനാകാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധമുള്ളത് കൊണ്ട് റഷ്യൻ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. ആ ഉപരോധത്തെ മറികടക്കാനുള്ള വഴിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും എണ്ണ വിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത്. ആ എണ്ണ വാങ്ങുമ്പോൾ, വില കുറഞ്ഞ എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നൽകുന്ന പെട്രോളിനും ഡീസലും എണ്ണ വില കുറച്ച് കൊടുക്കേണ്ടേ എന്നാണ് ഷമ മുഹമ്മദ് പറയുന്നത്. സത്യത്തിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തോടു കൂടിയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഭക്ഷ്യ ക്ഷാമത്തിൽ ഏർപ്പെട്ടുപോയ ധാരാളം രാജ്യങ്ങളുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ തന്നെ ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായ സാഹചര്യമുണ്ട്. ഈ കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമ്പദ് വ്യവസ്ഥകളൊക്കെ റഷ്യ യുക്രൈൻ യുദ്ധത്തോടു കൂടി തകർന്നടിഞ്ഞത് നമ്മൾ കണ്ടു. മാത്രമല്ല അതിനുശേഷം അവിടെ യുദ്ധം നിൽക്കുന്നില്ല, പശ്ചിമേഷ്യയിലേക്ക് യുദ്ധം മാറുന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റവും ഒടുവിലായി യുദ്ധമുണ്ടാകുന്നു. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എണ്ണയുൽപാദക രാജ്യങ്ങളാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഹൂതികൾ എണ്ണ ടാങ്കറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ അനുവദിക്കുന്നില്ല. അവരുടെ ഒരു ഭീഷണിയുണ്ട്. ഇങ്ങനെ ലോകമാകെ വലിയ രീതിയിലുള്ള ഈ ഓയിലിൻ്റെ സപ്ലൈ ചെയിനിൽ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും എണ്ണവില കുത്തനെ വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടു. പാകിസ്ഥാനിലും ശ്രീലങ്കയിലുമെല്ലാം എണ്ണവില കുത്തനെ കയറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വിലക്കയറ്റം ഒന്നും തന്നെ ബാധിക്കാതെ ഇന്ത്യൻ വിപണി വളരെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ ഒരു ആഗോള പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിലനിന്നു എന്നുള്ളത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഉപരോധത്തെ തുടർന്ന് റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ റേറ്റിൽ എണ്ണ നൽകിയത് കൊണ്ടാണ്. തീർച്ചയായും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് അവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ രാഷ്ട്രീയമാണ്. കോൺഗ്രസ്സിന് സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാൻ പറ്റിയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയദാരിദ്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി. അതാണ് ഷമ മുഹമ്മദ് ആദ്യത്തെ പോയിന്റിൽ പയറ്റുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് 140 കോടി ഭാരതീയർ ഈ നടപടി കാരണം 25% താരിഫ് ഇറക്കുമതി ചുങ്കം ചുമക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്നു എന്നാണ്. 25% നികുതി കൊടുക്കേണ്ടി വരുന്നത്
ഇന്ത്യക്കാരാണോ? ട്രംപ് ഇന്ത്യയിലാണോ നികുതി അടിച്ചേൽപ്പിക്കുന്നത്? ട്രംപ് അവരുടെ രാജ്യത്താണ് നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% ആദ്യ നികുതി, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കാരണം മറ്റൊരു 25%, അങ്ങനെ 50% നികുതി ഏർപ്പെടുത്തി വച്ചിരിക്കുന്നത്. അത് ഇതുവരെ നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. 50% നികുതി പ്രഖ്യാപിച്ചു വച്ചിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ്. അത് വാങ്ങാൻ പോകുന്നത് അമേരിക്കക്കാരാണ്. അമേരിക്കക്കാർക്ക് 50% നികുതി കൊടുത്ത്, കൂടുതൽ കൊടുത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരും എന്ന പ്രത്യാഘാതമാണ് അവിടെയുള്ളത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കണമെന്നല്ല. പക്ഷേ ഇന്ത്യക്ക് അത് തീർച്ചയായും തിരിച്ചടിയാണ്. കാരണം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമാനമായ ഉൽപ്പന്നങ്ങൾ വില കുറച്ച വിപണിയിൽ ലഭ്യമാകും. ആരും തന്നെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വാങ്ങാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ബാധിക്കും. ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മേഖലയെ ബാധിക്കും. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറയുമ്പോൾ തീർച്ചയായും ഈ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ വരുമാനം കുറയും. അവർ ആളുകളെ പറഞ്ഞുവിടും. അങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യം ആ രംഗത്തുണ്ടാകും. പക്ഷേ അതുണ്ടാക്കാതെ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മറുപടി നൽകുക, അതോടൊപ്പം തന്നെ അമേരിക്ക മാത്രമല്ല ലോകത്തിലെ വിപണി, മറ്റു വിപണികൾ തേടുക, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സമവാക്യങ്ങളും മറുപടികളും അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങളും ഒക്കെയുണ്ട്. അത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഇന്ത്യക്കാരാണ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് കൊടുക്കേണ്ടി വരിക എന്ന മട്ടിലാണ് രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതി വച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു ആന മണ്ടത്തരമാണ്. ക്ഷമയെ പോലെയുള്ള ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ ആന മണ്ടത്തരം പറയുന്നതിൽ വലിയ അല്ലെങ്കിൽ ആന മണ്ടത്തരം കേൾക്കുന്നത് കൊണ്ട് അയ്യോ ഇങ്ങനെ പറഞ്ഞോ, ആരാണ് പറഞ്ഞത്, ക്ഷമയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശരി, അത് തീർച്ചയായും അങ്ങനെ ക്ഷമ പറയാവുന്നതാണ്. അതിനെല്ലാ സാധ്യതയുണ്ട്. നമ്മളാരും ഞെട്ടിത്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞെട്ടേണ്ട മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയേക്കാൾ ആന മണ്ടത്തരം ക്ഷമ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് സത്യത്തിൽ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ കസേരയ്ക്ക് വലിയ ഇളക്കമുണ്ടാക്കുന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള കളിയാക്കലുകൾ, പരിഹാസം എല്ലാം തന്നെ ഈ ഷമാ മുഹമ്മദിൻ്റെ ഈ ട്വീറ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. രോഹിത് ശർമ്മ തടിച്ച മനുഷ്യനാണ്, ഇയാളെ ക്രിക്കറ്റിന് കൊള്ളില്ല എന്ന് പറഞ്ഞതോടുകൂടി ഒന്ന് വലിയ രീതിയിൽ എയറിലായതാണ് ഷമാ മുഹമ്മദ്. അതിനുശേഷം വീണ്ടും 2 ദിവസമായി ഷമാ മുഹമ്മദ് സമൂഹ മാധ്യമങ്ങളിൽ എയറിലായിരിക്കുകയാണ്. ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളിലൊന്നും ഷമയെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ എഴുതിവിട്ട് ശ്രദ്ധയാകർഷിക്കുകയാണോ എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, തെറ്റിദ്ധരിപ്പിക്കൽ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ അറിവില്ലായ്മയും ആന മണ്ടത്തരവും എല്ലാം നിഴലിക്കുന്ന ഒരു പോസ്റ്റാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിൽ നിന്നും വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.